ഡോക്ടറെ അടുക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അവളുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വൈദ്യന്മാരുടെ വൈദ്യനായ കർത്താവിന് പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഡോക്ടറെ കണ്ടാൽ മതി, നമുക്ക് കൃപാസനത്തിൽ പോകാം. നമ്മൾ ഒരുപാടായിട്ട് ആഗ്രഹിക്കണം, പോകാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം ശനിയാഴ്ച ഞാനും അവളും കൂടി ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എന്താണെന്നറിയാൻ പാടില്ല. ഉടമ്പടി എടുത്താൽ ഉടനടി പരിഹാരം അല്ലെങ്കിൽ ഇത് പറയണം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണ് ഉടമ്പടി എന്ന് എനിക്കറിയാൻ പാടില്ല. ആരോടും ചോദിക്കാനുള്ള അവസരവും കിട്ടിയില്ല. വന്ന അന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടിയൊക്കെ എടുത്തു, നിയോഗങ്ങളും വെച്ചു. ഞാൻ ആദ്യത്തെ നിയോഗം വച്ചിരുന്നത് എൻ്റെ സഹോദരിയുടെ ഓപ്പറേഷൻ കൂടാതെ കാലിന് സൗഖ്യം കിട്ടണമേ എന്നാണ് മാതാവിനോട് അപേക്ഷിച്ചത്. എൻ്റെ സഹോദരി ഉടമ്പടി എടുത്തു. അവൾ ഒരു നിയോഗത്തിലും 6 നിയോഗങ്ങളിലും ഒന്നുപോലും അവൾക്ക് വേണ്ടി അവൾ അപേക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഞാനും വെച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷമായി. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് എത്തപ്പെടാത്തതെന്ന് മാതാവ് എത്തിച്ചു. വന്നു കണ്ടു, എല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ തിരക്കായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് കയറുന്ന സമയത്തും ഇവിടെ നിൽക്കുന്ന സഹോദരിമാർ ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി. പക്ഷേ ഞങ്ങൾ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ വാവിട്ട് നിലവിളിക്കുന്നതാണ്. ഞാൻ ഈ നിയോഗങ്ങളെല്ലാം വെച്ച് മാതാവിനോട് അപേക്ഷിച്ചെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. കാരണം ഒരു സഹോദരന്മാരിങ്ങനെ വാവിട്ട് നിലവിളിക്കുക, ഇറങ്ങാൻ പറഞ്ഞിട്ട് പോലും ഇറങ്ങാതെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മാതാവേ, അമ്മേ എന്താണെന്നറിയില്ല, അമ്മ മാതാവേ എന്നെ സഹായിക്കണേ, ആ സഹോദരൻ്റെ അപേക്ഷ എന്തായാലും അമ്മ കൈക്കൊള്ളണമേ, ഉപേക്ഷിക്കരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ സഹോദരിയെ ഓർത്തില്ല, എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ ഓർത്തില്ല. പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോയി, ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓർത്ത് എന്താണ് ഇങ്ങനെ പ്രശ്നം, ഇങ്ങനെ ഏതാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല. അപ്പം മാതാവേ, ഞാൻ പോകുന്ന വഴിക്കല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന്, എന്ത് വിഷയമാണെങ്കിലും അമ്മയെ ഉപേക്ഷിക്കല്ലേ, അത്രയും അമ്മയുടെ മുമ്പിൽ വന്ന് വാവിട്ട് നിലവിളിക്കണ കണ്ടില്ലേ അമ്മേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബസ്സിൽ പോയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 6-6:30 അപ്പോൾ എൻ്റെ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കിപ്പോൾ എൻ്റെ കാലിനൊരു കുഴപ്പവുമില്ല, എനിക്ക് വേദനയൊക്കെ കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് ഇനി വേദനയൊന്നും ഉണ്ടാകില്ല, നീ പ്രാർത്ഥിച്ചോ. പക്ഷേ അവൾ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് തിരിക്കാം ഇങ്ങോട്ട് തിരിക്കാം, കാലിന് ഒരു കുഴപ്പമില്ല, 2 ബാൻഡേജ് ഉണ്ട്, ഒരെണ്ണം വലിച്ചിടണതും ഒരെണ്ണം ഇങ്ങനെ കാലും മടങ്ങാതിരിക്കാനായിട്ട് നീളത്തിലേക്ക് വെച്ച് കെട്ടി, അത് വെച്ചാൽ കാല് മടങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഉപയോഗിച്ചെങ്കിലേ ഇവൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, കാരണം ബലക്കുറവ് പോലെ വരും, കാല് മടങ്ങി അറിയാതെ വീണ് പോകും. അപ്പോൾ ഇത് 2ാമത്തെ ബാൻഡേജ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കാശില്ലാന്നിട്ട് വേറൊരു സഹോദരനാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നത്. അപ്പം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നവളാണ്. അപ്പം നീ ഒന്നും ബാൻഡേജ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഇനി നീ ഇടണ്ട. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കിടക്കാൻ നേരം ഞങ്ങളും കിടക്കാൻ പോകണം. അപ്പോൾ അവൾ എന്നെ വിളിച്ചു, ചേച്ചി എനിക്ക് ഇനി എൻ്റെ കാലിന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, കാരണം അവളുടെ ഭർത്താവും മോനും കിടന്നുറങ്ങുമ്പോൾ ഇവൾ എഴുന്നേറ്റിരുന്ന് കട്ടിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു എന്നാണ് പറയണത്. കാരണം അവൾക്ക് കിടക്കാൻ പാടില്ല വേദന കൊണ്ട്. ആ സഹോദരി എന്നോട് പറയുകയാണ്, ചേച്ചി ഇനി സാക്ഷ്യം പറഞ്ഞാൽ മതി, എൻ്റെ കാലിന് ഒരു കുഴപ്പവുമില്ല. അത് കഴിഞ്ഞ് ഇതുവരെ ഒരു മരുന്നാകട്ടെ ഒരു ബാൻഡേജ് ആകട്ടെ ഒന്നും അവൾ ഉപയോഗിക്കണില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ സാക്ഷ്യം ഞാൻ പറഞ്ഞു, നീ അനുഭവിച്ച വേദന എന്താണെന്ന് മറ്റുള്ളവർക്കത് മനസ്സിലാവണം, നിൻ്റെ നാവ് കൊണ്ട് തന്നെ നീ ദൈവത്തിന് മഹത്വത്തിനായി സാക്ഷ്യം പറയണം. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, ഇന്ന് അവൾക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ താമസിച്ചു പോയി, മോനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ദൈവത്തിന് നന്ദി, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി, ഈശോയെ നന്ദി. പിന്നീട് ഞാൻ 2ാമത് വെച്ചത് എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ്. അവന് ഡിപ്രഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ചില സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകാനോ അങ്ങനെയുള്ളൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2ാമത് നിയോഗം എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് വെച്ചത്. അവനിപ്പോൾ യാതൊരുവിധ കുഴപ്പവും ഇല്ല, ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാ രീതിയിലും ഒരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും അപ്പുറത്തെ വേറൊന്നുമില്ല. ഇതിനെല്ലാത്തിനും മാതാവിന് നന്ദി, ഈശോയെ നന്ദി. പിന്നെ വെച്ചത് എൻ്റെ സഹോദരിയുടെ മോന് ഇങ്ങനെ 1ാം ക്ലാസ്സിൽ ചേർത്ത്, അവന് ഭയങ്കര പേടിയാണ്, അവന് അടുത്ത് കുട്ടികളൊന്നുമില്ല കൂടെ കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പേടിയും ഒക്കെ കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അവൻ്റെ ഭയമെല്ലാം മാറ്റിക്കൊടുത്ത് നന്നായിട്ട് സന്തോഷത്തോടുകൂടി സ്കൂളിൽ പോകാനുള്ളൊരു കൃപ മാതാവെ കൊടുക്കണേ. അവനിപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല, സന്തോഷത്തോടുകൂടി തന്നെ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു. പിന്നെ വെച്ചത് എൻ്റെ അമ്മച്ചിയുടെ കാല് എൻ്റെ വിവാഹത്തിന് വിറകുണക്കിയപ്പോൾ ഒരു ചെറിയ കുപ്പിച്ചൊല്ലി കൊണ്ട് തൊലി പോയി, വർഷങ്ങളായിട്ട് ആ മുറിവ് ഇങ്ങനെ ഉണങ്ങിയും ഇതൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് അതെല്ലാം അഴുകിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആയുർവേദ മരുന്ന് കൊണ്ടൊക്കെ അത് സൗഖ്യപ്പെട്ടു.
ഞാനത് അമ്മയ്ക്ക് ഇനിയൊരിക്കലും രക്തഓട്ടം ഇല്ല കാലിന്. അമ്മ ഈശോയുടെ തിരുമുറിവിൽ നിന്നും അടർന്നു വീണ ഓരോ രക്തത്തുള്ളിയിൽ കർത്താവേ അവൻ്റെ അമ്മയുടെ കാലുകളുടെ രക്തോട്ടം ഉള്ളതാക്കി മാറ്റണമേ അമ്മേ മാതാവേ. ഞാൻ പ്രവേശിച്ച് ഇനിയൊരിക്കലും എൻ്റെ അമ്മയുടെ കാലിന് മുറിവുകൾ ഉണ്ടാവില്ലേ. ഇപ്പം ഇതുവരെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ആ കാലിനില്ല. അമ്മ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യണത്. ഈശോയെ നന്ദി. പിന്നീട് ഞാൻ നിയോഗം വയ്ക്കാത്ത, ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷേ 24 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ 24 വർഷത്തിനുള്ളിൽ ആദ്യത്തെ 8 മാസം അല്ലാതെ അതിനുശേഷമുള്ള ജീവിതകാലത്ത് ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു കുടുംബ സമാധാനം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. എൻ്റെ ഭർത്താവ് കശാപ്പ് ജോലിയാണ്, മദ്യപാനം ശരിക്കുണ്ടായിരുന്നു, പുകവലിയുണ്ട്, ഉപദ്രവമുണ്ട്, എല്ലാ രീതിയിലും ഞാൻ വളരെയേറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ഇതുവരെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം പറയുന്നത് ഒരാളോട് മാത്രം, എൻ്റെ കർത്താവ് ഈശോയുടെ എൻ്റെ തിരുഹൃദയത്തിൻ്റെയൊക്കെ ചെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞെന്നാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ മനുഷ്യരാണ്, ബലഹീനരാണ്. പക്ഷേ എല്ലാം ശക്തിയുള്ള നമ്മളെ പരിപാലിക്കുന്ന ദൈവം, സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ ദുഃഖങ്ങളും ഈശോയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പരമാവധി അവരെ അറിയിക്കാതെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ചെന്നതിൻ്റെ അന്ന് വൈകിട്ട് എൻ്റെ ഭർത്താവ് നേരത്തെ വന്നു, പതിവില്ലാതെ ചിരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാ പള്ളിയിൽ പോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകണമെന്ന് തോന്നി, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് മദ്യപിച്ചിട്ടില്ലായിരുന്നു. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ഒരു ചിരിയോ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. എൻ്റെ എനിക്കൊരു മോളുണ്ട്, മോളെ കെട്ടിച്ച് ഇപ്പം 9 മാസമായി. കുഞ്ഞുണ്ടായിരുന്ന സമയത്തും ഒരു സന്തോഷമൊന്നും അങ്ങനെ വീട്ടിൽ വന്നിട്ടൊരു സന്തോഷമില്ല. പക്ഷേ പുറത്ത് വളരെ ഹാപ്പിയാണ്, സന്തോഷവും ചിരിയും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നം, ആടി കുഴഞ്ഞ് വെള്ളം കുടിച്ച് ചെയ്തില്ലെങ്കിലും ചെയ്താലും തെറ്റ് ചൂണ്ടിക്കാട്ടി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോള് വരെ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്തിനാണ് ഇതൊക്കെ സഹിച്ച് ഇവിടെ കിടക്കണം, അമ്മയ്ക്ക് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ എന്ന്. അപ്പോഴും ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോനെ അമ്മയ്ക്ക് നിന്നിട്ടിട്ട് നിൻ്റെ ഭാവി നശിപ്പിച്ച് പോകണ്ട. എനിക്കിതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു വിശ്വാസമാണ് എന്നെ ഈ 24 വർഷവും ആ കുടുംബജീവിതത്തിൽ തുടർന്ന് പോകുവാൻ, ഒരു കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ രീതിയിലുള്ള പൈശാചികമായ എല്ലാ പ്രവർത്തനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. എനിക്ക് അതെല്ലാം ക്ഷമിക്കുവാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. എനിക്ക് പത്രോസ്ലീഹയുടെ തിരുവചനം, തിന്മയ്ക്കെതിരെ തിന്മയോ നിന്ദനത്തിനെതിരെ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവൻ്റെ ചെവികൾ അവരുടെ നിലവിളിയുടെ പ്രാർത്ഥനയുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു എന്ന തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ വരുവാനും, എനിക്ക് ആരോടും ഒരു ദേഷ്യമോ വിഷപ്പമോ ഇല്ലാതെ എല്ലാവരോടും ക്ഷമിക്കുവാനും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ പോലും ചോദിച്ചിട്ടുണ്ട്, നീ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും, ഇതെല്ലാം എനിക്ക് അറിഞ്ഞു തന്നത് എൻ്റെ ദൈവമാണ്. ചിലപ്പോൾ എനിക്ക് മാത്രമേ ചിലപ്പോൾ ഇത് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം എന്നെ തന്നെ ഇതെല്ലാം സഹിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. ഞാനിവിടെ കടന്നു വരാനായിട്ടും എൻ്റെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുപാട് ദുരിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും എന്നെ അടിയുറച്ച് നിർത്തിയ ഒരു വചനമുണ്ട്. 2 മക്കബയർ 8:18 പറയുന്ന തിരുവചനം, നമുക്ക് നേരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനങ്ങൾ കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനമാണ് എന്നെ ഈ പ്രതിസന്ധികളുടെ സമയത്തെല്ലാം കൃപാസനത്തിൽ എത്തിച്ചേരുവാനും ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി, ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാനും ഇടയാക്കിയത്. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പ്രിയമുള്ളവർ, വളരെ അഭിഷേകമായിട്ടാണ് ലിസി സാബു സാക്ഷ്യം പറഞ്ഞത്. സഹോദരിക്ക് വേണ്ടി കൃപാസനത്തിൽ വരണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹമാണ്. പത്രം കിട്ടാഞ്ഞിട്ട് പോലും പത്രത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൃപാസനത്തിൽ വന്ന്
ഏറ്റവും ദാരുണമായൊരവസ്ഥ സഹോദരിയുടെ അവസ്ഥയാണ്. സഹോദരി വീഴുമ്പോൾ നടക്കുമ്പോഴെല്ലാം മുട്ടുമടങ്ങി വീഴുന്ന അവസ്ഥ. ഏത് സമയം അങ്ങനെ സംഭവിക്കാം. കാലിന് ബലക്ഷയമാണ്. ബാൻഡേജ് ഇട്ടിരുന്നു, പക്ഷേ അതെല്ലാം ഒരു പരിധിവരെ സഹായിച്ചിരുന്നുള്ളൂ. അവസാനം കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അസ്ഥികൾക്ക് ബലം നൽകി. എസെക്കിയേൽ 37 പറയും, പുതിയ ചർമ്മങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിക്കുമെന്ന്, തകർന്ന അസ്ഥികളെല്ലാം പുനരുദ്ധരിക്കപ്പെടുമെന്ന്. കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏത് നിയോഗം വെക്കുന്നുവോ, ഏത് ആവശ്യം വെക്കുന്നുവോ ദൈവത്തിനറിയാം. ചെയ്യുന്നത് പരിശുദ്ധമ്മ വഴി ഈശോടാണ്. അമ്മയുടെ മാധ്യസ്ഥത്താൽ സമർപ്പിക്കുന്ന ഒരൊറ്റ നിയോഗം പോലും തിരസ്കരിക്കപ്പെട്ടു പോകില്ല. അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ സഹോദരി വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ചേച്ചി ഇനി സാക്ഷ്യം പറഞ്ഞാൽ മതി, എൻ്റെ കാലിൽ സൗഖ്യപ്പെട്ടിരിക്കുകയാണ്, ചേച്ചി സാക്ഷ്യം പറഞ്ഞാൽ മതി. ജീവിതത്തിലുണ്ടായ വിഷമതകളും സങ്കടങ്ങളും ലിസിയുടെ സ്വന്തം ജീവിതത്തെ എല്ലാം സഹിച്ചു മുന്നേറാൻ ഉടമ്പടി ശക്തിയായി തീർന്നെന്ന് കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. പ്രാർത്ഥനാപൂർവ്വം അടുത്ത സാക്ഷ്യം കേൾക്കാം. ആലീസ് ജോസ്, പാല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനൊരു 12 വർഷമായിട്ട് തടസ്സമായിരുന്ന ഒരു കാര്യത്തിന് എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത്. ഞാൻ ഫെബ്രുവരി 6-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ എൻ്റെ മോൾ IELTS പരീക്ഷ 12 വർഷമായിട്ട് 32 പ്രാവശ്യം എഴുതി. 32ാമത്തെ പ്രാവശ്യം വിജയിച്ചു. പിന്നെ എനിക്ക് ഈശോ ഒത്തിരി കൃപകൾ തന്നു. വചനം പഠിക്കാനും വചനം കേട്ട് കഴിഞ്ഞ് ലോകത്തിൻ്റേതായ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോവുകയില്ല. ഒത്തിരി പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് യേശുവിനും മാതാവിനും 1000 നന്ദി പറയുന്നു. എത്ര തവണ IELTS എക്സാം എഴുതി? എത്ര തവണ എഴുതി? 32 പ്രാവശ്യം. 32 തവണ. 32. കേട്ടോ? വ്യക്തമല്ലേ? അല്ലേ? സാധാരണ IELTS എക്സാം 32 തവണ എഴുതിയ കൃപാസനത്തിലെ ആദ്യത്തെ സാക്ഷ്യമാണിത്. 32 തവണ എഴുതിയിട്ട് പരാജയപ്പെട്ടിട്ട് വിജയം കൊടുത്തത്. ഇതിങ്ങനെ ഒരു സാക്ഷ്യം ആദ്യമാണ്. സാധാരണ 14, 15 വരെ എഴുതിയതെല്ലാം, 17 വരെ എഴുതിയതെല്ലാം നമ്മളിവിടെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരാദ്യമാണ്. അതിനൊരു ഗുണം കിട്ടിയെന്ന് പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്തെന്നാണ്. അതായത് സാധാരണഗതിയിൽ കുറേ ആയിക്കഴിയുമ്പോൾ മനസ്സ് തളരും, അല്ലേ? പിന്നെ എഴുതാൻ തോന്നുന്നില്ല. പക്ഷേ ഈ തകർന്ന അവസ്ഥയിൽ 31 തവണയും പൊട്ടിപ്പോയപ്പോൾ കൃപാസനം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതായത് കൃപാസനമെന്ന് പറയുന്ന കൃപയുടെ കൂടാരമാണ്. കൃപാസനത്തിൽ 2004 ഡിസംബർ 7 കൃപാസനം അൾത്താരിൽ പ്രത്യക്ഷയായ അമ്മയാണ് പരിശുദ്ധമ്മ. ഈ അമ്മയുടെ മുന്നിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ, അമ്മയുടെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചാൽ അമ്മ കൈവെടിയത്തില്ല. എന്ത് കീറാമുട്ടിയാണെങ്കിലും, ദുരിതമാണെങ്കിലും, എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾ കോടിയെത്താൻ ഇടമുണ്ട്. അത് കൃപാസനം പരിശുദ്ധ അമ്മയുടെ സന്നിധാനമാണ്. ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ത്രേസ്യാമ്മ ജോസ്, കോട്ടയം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ ജോസ്, കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ 2-3 വർഷമായിട്ട് 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഒത്തിരി ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഈ 2019 ഫെബ്രുവരി 13-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ 3-ാം ദിവസം തന്നെ എനിക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങുവാനുള്ള കൃപ അമ്മ ഒരുക്കി തന്നു. അത് ദിവ്യാരാധനയും ധ്യാനവും ഉള്ള ഒരു പള്ളിയുടെ അടുത്താണ് എനിക്ക് 10 സെൻറ്റ് സ്ഥലം. ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടതും
പള്ളിയിൽ പോകാനുള്ള സൗകര്യം കിട്ടുവാനും ആരാധന ചാപ്പലിൽ പോകാനുള്ള ഒരു സൗകര്യം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണമെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ 3-ാം ദിവസത്തിന് എനിക്കങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നതിന് അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. നന്ദി പറയട്ടെ. രണ്ടാമത് എൻ്റെ മോള് +1 എക്സാം എഴുതുന്ന സമയമായിരുന്നു ഞാനിവിടെ ഫെബ്രുവരി വരുമ്പം. അപ്പോൾ അന്നേരം ഞാൻ കാശുരൂപം കൊടുത്തു വിട്ടു. എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും എല്ലാ ടൈമിലും എക്സാം എഴുതുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ഒരു വിഷയം മോള് മാർക്ക് കുറഞ്ഞു പോകുമായിരുന്നു. അപ്പം മാർക്കുള്ളത് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പം അത് തോറ്റുപോകും. അങ്ങനെയെന്ന് ലാസ്റ്റ് ഫൈനൽ എക്സാമിന് എല്ലാ വിഷയവും അമ്മയുടെ കൃപ കൊണ്ട് പാസ്സായി. അതിന് അമ്മയ്ക്ക് വളരെ കൂടി നന്ദി പറയുന്നു. മൂന്നാമത് മാർച്ച് മാസം ഇവിടെ ധ്യാനം കൂടാൻ വന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അടിവയറ്റിൽ വേദനയുള്ള എല്ലാവരും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, എല്ലാവർക്കും സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് അടിവയറ്റിൽ വേദന ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഇതുവരെയും ആ വേദന ഉണ്ടായിട്ടില്ല. യേശുവിനെ നന്ദി പറയുന്നു. 4ാമത് ഞാനൊരു കിണർ കുത്തി വാങ്ങിച്ച സ്ഥലത്ത് കിണർ വെച്ചു. അപ്പം അന്നേരം കിണർ കുത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ എപ്പടി പാറയാണ്, കിണർ കുത്തിയാൽ വെള്ളം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ സാമീപ്യത്തിൽ അമ്മേനെ സമർപ്പിച്ചുകൊണ്ട് ഞാനിത് കിണർ കുത്തുന്നു, എനിക്ക് വെള്ളം അമ്മ തരും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ കിണർ കുത്തി. അതിൽ ഉപ്പും തൈലവും ഒഴിച്ച് ഞാനെന്നും പത്രം കൊണ്ടുവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 11:30 കോലായപ്പോഴത്തേക്കും എനിക്ക് കിണറ്റിൽ ഒരിക്കലും പറ്റാത്ത വെള്ളം നൽകി അമ്മ അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. 5ാമത് ഞങ്ങൾക്ക് 2 ആടുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കുമ്പം ആടുകൾ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കുന്നില്ല, തിരുവോടത്തിലൊന്നും കഴിക്കുന്നില്ല. എന്നാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ അന്ന് അവധിയായിരുന്നു 2-3 ദിവസം, ഡോക്ടറില്ലായിരുന്നു. അപ്പം ഞാൻ വെഞ്ചരിച്ച ഉപ്പും തൈലം നെറ്റിയെ പുരട്ടി ഉപ്പ് ആടിൻ്റെ വായി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, ആടിന് സുഖം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, വെള്ളം കുടിക്കാൻ. അതോടുകൂടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. സുഖമായിട്ട് വന്നതിനെ ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ 6ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ RN പരീക്ഷയ്ക്ക് വന്നാണ്. പുള്ളിക്കാരത്തെ ക്ലാസ് ഒരു 2 ആഴ്ചത്തോളം എങ്ങാണ്ട് അറ്റൻഡ് ചെയ്തോളൂ. നേരത്തെ അവധിക്ക് വന്നപ്പം അറ്റൻഡ് ചെയ്തിട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് വന്ന് എക്സാം എഴുതാൻ വന്നപ്പോൾ എന്നോട് ഞാൻ ആരോടും പറഞ്ഞില്ല, എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ബാംഗ്ലൂർ പരീക്ഷ ചെയ്യാൻ പോവുക, ജയിക്കുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അമ്മയെ കൈവിടാണ്ട, അമ്മ കൂടെയുണ്ട്, പരീക്ഷകളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചു പോയി, ഞാനും പ്രാർത്ഥിച്ചോളാം, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കളാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആദ്യത്തെ എക്സാമിന് തന്നെ ഭർത്താവിൻ്റെ പെങ്ങൾ പാസ്സായി. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കടാനുകൂടി നന്ദി പറയുന്നു. കിണർ കുത്തിയത് ഏത് മാസമാണ്? മെയ് മാസം ആണ് ഞാൻ കിണർ കുത്തിയത്. അപ്പോൾ അന്നേരം ഒത്തിരി പ്രയാസമായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിൽ വന്നപ്പോഴും ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു ചാനലും കാണുന്നില്ല. അന്നേരം കുത്തിയവരും പറഞ്ഞു, ഒട്ടും വെള്ളം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. 10 പോലായപ്പോഴത്തേക്കും ഞാൻ പിന്നെ തലേദിവസം കൊണ്ടുപോയി വൈകുന്നേരം, അമ്മേ നാളെ എനിക്ക് വെള്ളം കാണിച്ചു തന്നെയെന്നും പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും എണ്ണയും ഒഴിച്ചു, തൈലം ഒഴിച്ചു. ഉപ്പും ഇട്ട് കിണറ്റിലോട്ടിട്ട് തൈലവും ഇട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടെ ഒത്തിരി സാക്ഷ്യം കേട്ടു. വെള്ളം ഒട്ടുമില്ലാത്ത കിണറ്റുകളിൽ നിന്നും ഒത്തിരി വെള്ളം തൈലവും ഉപ്പ് ഇട്ടപ്പം വെള്ളം ഉണ്ടായെന്നും കുഴൽക്കിണർ വരെ ഉണ്ടായതായത് അനുഭവം ഞാൻ കേട്ടു യൂട്യൂബിൽ നിന്ന്. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തലേദിവസം കൊണ്ടിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പം വെള്ളം ആയി തുടങ്ങി, വെള്ളം കണ്ടത്. കരങ്ങളിടിച്ച് കർത്താവെന്ന് പറയട്ടെ. മെയ് മാസമെന്ന് പറയുന്നത് നല്ല ഉണക്കിൻ്റെ സമയമാണ് അല്ലേ? വെള്ളം ഒട്ടും കിട്ടില്ല. 11.5 കോല് അല്ലേ? ഒരു കോലെന്ന് പറയുന്നത് 2.5 അടിയാണ്. അപ്പോൾ 28.25 അടി നല്ല ആഴത്തിലാണ്. പക്ഷേ എന്നിട്ടും അത് മൊത്തം പാറയുമാണ്. പക്ഷെ വെള്ളം കിട്ടിയില്ല. കൃപാസനത്തിൽ വെഞ്ചരിച്ച ഉപ്പ്, ഉടമ്പടിയെടുത്ത് കൃപാസനത്തിൽ വെഞ്ചരിച്ച ഉപ്പ്, നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഒഴിച്ചെന്ന സുലഭമായിട്ട് വെള്ളം കൊടുത്തു. ഇതാരാ കൊടുത്തത്? ഈശോ. രണ്ടാമത്തത് ആരാധന സമയത്ത് അടിവയറ്റിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര വർഷമായിട്ടുള്ള വേദനയായിരുന്നു?
ഒരു 5-6 വർഷം മുമ്പ് തൊട്ടുള്ളതാണ്. 6 വർഷത്തിന് മുമ്പുള്ള വേദന. പെട്ടെന്നൊരു വേദന വന്നാൽ വല്ലാത്തൊരു വേറെന്തോ ഇങ്ങനെ ഒരു ഉഷ്ണം പോലെ വന്നിട്ട് ഭയങ്കര ഒരു വേദനയാണ്. ഞാൻ എന്തെങ്കിലും ബാം വെക്കും, അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിക്കും. അങ്ങനെയാണ് വേദന കുറച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. 6 വർഷത്തിന് മുമ്പുള്ള വേദനയാണ്. ആരാധന സമയത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ വെച്ചാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 6 വർഷമായിട്ട് വിട്ടുമാറാതിരുന്ന വേദന അത്ഭുതകരമായി ഈശോ സൗഖ്യപ്പെടുത്തുക. അങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഉടമ്പടിയിൽ സമർപ്പിച്ചതെല്ലാം ദൈവം കൊടുക്കുകയാണ്. ഉടമ്പടിയിൽ എന്ത് കാര്യം സമർപ്പിച്ചാലും ദൈവം അത് കേൾക്കും. അതിന് സാക്ഷിയാണ് ത്രേസ്യാമ്മ. കരങ്ങൾ ഉയർത്തി കഴിച്ച് കർത്താവ് എന്ന് പറയട്ടെ. നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. തുല്യം ചെയ്യാൻ ആരുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. കനിവിൻ്റെ നിറമാർന്നുരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. ചേർന്ന് പാടാം. കനിവിൻ്റെ നിറമാർന്നുരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. വീണ്ടും നമ്മൾ സാക്ഷ്യം കേൾക്കുകയാണ്. ശാന്തകുമാരി, എറണാകുളം. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിരിക്കണം. കർത്താവ് തത്സമയം എന്ന പോലെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. ആരാധനയിലും വർഷിക്കപ്പെടും. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ത് കിട്ടിയാലും നിങ്ങൾ വെച്ച് താമസിപ്പിക്കരുത്. സാക്ഷ്യം ഉടനെ പറയണം. കൃത്യമായിട്ട് ഉടനെ സാക്ഷ്യം പറയാൻ തയ്യാറാവണം. കവാടത്തിൽ ശാസ്ത്രീയ ശുശ്രൂഷ എഴുതിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നിങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഓരോ സാക്ഷ്യം കേട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. എൻ്റെ പേര് ശാന്തകുമാരി. ഞാൻ എറണാകുളം വരുന്നു. എൻ്റെ മകന് കല്യാണം കഴിക്കാൻ ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്നിട്ട് 3 വർഷത്തോളമായി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോന് കല്യാണം കഴിഞ്ഞ് ഒരു നല്ലൊരു മരുമോളെ എനിക്ക് കിട്ടി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. അമ്മ മാതാവിനോട് 1000 കോടി നന്ദി. അതുപോലെ എൻ്റെ കുരയ്ക്കിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ സർജൻ പറഞ്ഞ് ഇവിടെ കുത്തി വെള്ളം എടുക്കണമെന്ന് പറഞ്ഞു. വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് വളർന്നു വരുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മയുടെ എണ്ണയും ഈ തൈലവും ഇത് തേച്ചപ്പോൾ എൻ്റെ മുഴ എവിടെയോ പോയി. അറിയോ, ഞാൻ ഭക്ഷണമല്ല കഴിക്കണത് കൂടുതൽ. എന്നുവെച്ചാൽ ഞാൻ വെള്ളമോട് കുടിക്കണത്. എനിക്ക് ഇറങ്ങൂലായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ 3 സെൻറ്റ് സ്ഥലം കൊടുക്കൂല എന്ന് പറഞ്ഞ അമ്മ. ബാക്കി എല്ലാ മക്കൾക്കും കൊടുത്ത്. പക്ഷേ എൻ്റെ ഭർത്താവിന് അത്രയും കൊടുത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച അമ്മയോട്, അമ്മേ പാവം, ഞങ്ങൾ ഒരുപാട് നാളായി ഇവിടെ ഞാൻ അവിടെ കിടക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ 3 സെൻറ്റ് സ്ഥലം തന്നുമെന്ന് പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ച്. പക്ഷേ അമ്മ അറിയാതെ മോനെ വിളിച്ച് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തന്ന്. അറിയോ, അത്രയും അമ്മയോട് ഞാൻ നന്ദി പറയണതാണ്. കോടി അനുഭവം പറയുകയാണ്. പക്ഷേ എനിക്ക് ഇത്ര നല്ലൊരു മരുമോളെ തന്നത് അമ്മക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. ഞാൻ പോലും അറിയില്ല. എവിടെ പോയാലും എനിക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ എപ്പോഴാണ് ഈ ബ്ലഡ് വന്നതെന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ബസ്സിൽ വെച്ചാണെന്നറിയില്ല. പക്ഷേ അമ്മയുടെ തൈലം പറ്റിയപ്പോൾ എനിക്ക് ആ ബ്ലഡ് വന്നില്ല. ഇപ്പോൾ തല സ്കാൻ ചെയ്ത്, പക്ഷേ എനിക്ക് ബ്ലഡ് വന്നില്ല ഇപ്പോൾ. അത് അമ്മയുടെ നന്ദി. ഇത്രയും പറഞ്ഞ് എൻ്റെ അമ്മയോട് കോടി നന്ദി ഞാൻ പറയുകയാണ്. എനിക്ക് നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. അത്രയും ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. പിന്നെ ഉടമ്പടിയിൽ എടുക്കാത്ത ഒരു കാര്യം ഞാൻ പറയണത്, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ ഭർത്താവിന് നെഞ്ചുടിപ്പ് വന്ന് കൂടിയും കുറഞ്ഞു നിൽക്കണമായിരുന്നു. ആരും ഉണ്ടായില്ല. അപ്പോൾ മരുമോക്കടവ് അമ്മക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കാൻ പോയി. എൻ്റെ മരുമോളും ഞാനും എൻ്റെ ഭർത്താവും കൂടി വരുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് നെഞ്ചിന് ഭയങ്കര വിഷമം വന്ന് ഞാൻ എറണാകുളം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ക്രിസ്തുജയന്തിയിൽ പോയി. ഞാൻ പറഞ്ഞു, ഡോക്ടർ എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കൊണ്ടുപോകണം പറഞ്ഞു. ഞാൻ ഓർത്ത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്,
അല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ക്രിസ്ത്യാനിയിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് ICUയിലോട്ട് കയറ്റി. ഇന്ന് എൻ്റെ ഭർത്താവിന് നടക്കാൻ പാടില്ല, ചളി നടന്നു വരുമ്പോൾ വീണു പോകും. ഞാൻ എൻ്റെ ഭർത്താവിനോട് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്ന് വിടാം. അറിയോ, എനിക്ക് പറയാൻ പറ്റണില്ല, എന്നാലും പറഞ്ഞു പോണത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപ ഇവിടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രിയമുള്ളവരെ, വളരെ ദൈവ കൃപ നിറഞ്ഞൊരു സാക്ഷ്യമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത്, വർഷങ്ങളായിട്ട് എല്ലാ മക്കൾക്കും അമ്മ എഴുതി കൊടുത്ത്, ഭാഗോടമ്പടി ക്രമപ്രകാരം കിട്ടേണ്ട ഓഹരികൾ കൊടുത്ത്. പക്ഷേ അത് ലഭിക്കാതായപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന്, കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ഉടമ്പടി ചെയ്തു. അമ്മ തന്നെ വിളിച്ചിട്ട് ഓഹരി എഴുതി കൊടുക്കുകയാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായൊരു സാക്ഷ്യം. പിന്നെ ഒന്നുള്ളത്, ഭർത്താവിന് നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ശാന്തകുമാരി പറഞ്ഞത്, എനിക്കാരാ ഉള്ളത്, ഞാൻ ആരോടാ പറയുക, എനിക്ക് എൻ്റെ മാതാവ് മാത്രമാണ്, എൻ്റെ ദൈവം മാത്രമാണ്. കൃപാസനത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ച് ആളിപ്പോൾ ഭർത്താവിടെ വന്നിട്ടുണ്ട്, കർത്താവ് രക്ഷിച്ചുവെന്ന്. അപ്പം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് വിഷയം വന്നാലും കൃപാസനം നിങ്ങളുടെ അഭയകേന്ദ്രമാണ്. കൃപാസനത്തിലെ അമ്മ നിങ്ങൾക്ക് ആശ്രയവും ശക്തിയുമാണ്. കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. റീന മത്തായി, പുത്തൻകുരിശ്. അതിനുശേഷം ഗ്രേസി ഫ്രാൻസിസ്, നായരമ്പലം. അതിനുശേഷം IV കൊറിയ, വരാപ്പുഴ. യേശു അപ്പനും അമ്മ മാതാവിനും ആയിരം ആയിരം നന്ദി, സ്തുതി, സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ മാർച്ച് 26-ാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് അമ്മയുടെ നടക്കേ വരുന്നത്. തൃപ്പൂണിത്തുറ മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു പത്രം കിട്ടിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ അന്നു തൊട്ട് എനിക്ക് പോരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കൂട്ടുകാരിനെ കൂട്ടുപിടിച്ച് ഞങ്ങൾ 29-ാം തീയതി കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്താൽ അന്ന് എനിക്ക് പൈൽസിൻ്റെ അസുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തന്നു. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് CAക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് ടൈം പാസ്സാവാനായിട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ പതക്കം കൊടുത്താണ് മോളെ വിട്ടുകൊണ്ടിരുന്നത് പരീക്ഷയ്ക്ക്. മോള് സെക്കൻഡ് അറ്റംപ്റ്റിൽ പരീക്ഷ പാസ്സായി. രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് എൻ്റെ മകനൊരു ജോലിക്കായിട്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ മകനൊരു ഇൻ്റർവ്യൂ വരികയും ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മകന് സെപ്റ്റംബർ 30-ാം തീയതിക്ക് മുമ്പ് ഒരു ജോലി തന്നെ അമ്മയെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവന് 18-ാം തീയതി, സെപ്റ്റംബർ 18-ാം തീയതിക്ക് വിസയും ടിക്കറ്റ് എല്ലാം വന്ന് മോൻ പോയി, അവന് ജോലി പ്രവേശിച്ചു. ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ് എൻ്റെ മകൾക്കൊരു ജോലി കൂടി തന്നെ അമ്മയെന്ന്. കഴിഞ്ഞ മാസം അച്ഛൻ പറഞ്ഞു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒക്ടോബർ 10-ാം തീയതിക്ക് മുൻപ് എൻ്റെ അമ്മ മാതാവേ എൻ്റെ മകൾക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണേ അമ്മയെന്ന് പറഞ്ഞു. ഒക്ടോബർ 3-ാം തീയതി എൻ്റെ മകൾക്ക് ജോലിക്കുള്ള ഇത് വന്നു. മോക്ക് ഇൻഫോർ പാർക്കിൽ സിയുടെ ഇതായിട്ട് ജോലി കിട്ടി. പിന്നെ എനിക്ക് യൂട്രസ് താഴ്ത്തായിട്ട് ഇറങ്ങുന്ന അസുഖം ഉണ്ടായിരുന്നു. അച്ഛൻ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ അസുഖം ഒട്ടുമില്ല. അത് തീർത്തുമായി മാറ്റി തന്ന അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ പലവിധ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ അപ്പയുടെ കാലിൽ വെരിക്കോസ് വഴി വന്ന് പൊട്ടിയിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് വേണം. അപ്പോൾ വരാനിരുന്നതാണ്, അപ്പോൾ കാല് വളാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. പൈൽസിൻ്റെ അസുഖം എത്ര വർഷമായിട്ടുള്ളതാണ്? അത് 10-15 വർഷമായോ? 15 വർഷമായിട്ടുള്ളത്. ഉടമ്പടി എടുത്ത് അന്ന് തന്നെ സൗഖ്യപ്പെടും. ഞാൻ ഇവിടെ വന്നിട്ട് പോയി, അന്ന് പോയി.
പോയി അന്ന് തന്നെ സൗഖ്യം പ്രാപിച്ചു. പൈൽസിൻ്റെ അസുഖം നിങ്ങൾക്കറിയാം, വളരെ ഗുരുതരമായൊരു അവസ്ഥയാണ്. ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ കൃപാസനം പരിശുദ്ധ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി ചെയ്ത അന്നു തന്നെ അത്ഭുതകരമായിട്ട് തത്സമയ സൗഖ്യമാണ് ലഭിച്ചത്. ലൂക്കാ 1:49 പറയും, ദൈവം ശക്തനാണ്, വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിന് സാക്ഷിയാണ് റീന മത്തായി. കർത്താവ് കൊടുത്ത കൃപയാണ്. പിന്നെ മകനിലെ CA എക്സാം, മകൾക്ക് CAയുടെ എക്സാം, അത് മാതാവിൻ്റെ പതക്കവും പിടിച്ചുകൊണ്ടാണ് പോയത്. പഴയ പദമാണത്, പ്യുവർ റിലീജിയസ് വേർഡാണ് മാതാവിൻ്റെ പതക്കം. പരിശുദ്ധമ്മയുടെ കാശുരൂപമാണ്. മരിയൻ മെഡലാണ്. അതായത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് മരിയൻ മെഡൽ. പഴയ നിയമകാലത്ത് ദൈവജനം കയ്യിൽ അടയാളമായി നെറ്റിത്തടത്തിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ പതക്കം ധരിച്ച് കാശുരൂപം ധരിപ്പിച്ചിരുന്നു. അത് പുറപ്പാട് 28:36 കർത്താവിന് സമർപ്പിതനെന്ന ലിഖിതം പതിപ്പിച്ചിരുന്നു. അതിൻ്റെ സമാനതയോടുകൂടിയാണ് മരിയം മെഡൽ. അത് പിടിച്ച് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടുപോയപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. അതായത് ഹിയർ ഓഫ് ഇസ്രായേൽ, ദ ലോർഡ് ഈസ് അവർ ഗോഡ്, യു ഷാൽ ലവ് യുവർ ഹാർട്ട്, ലവ് യുവർ ഗോഡ് വിത്ത് ഫുൾ ഹാർട്ട്, വിത്ത് ഓൾ യുവർ ഹാർട്ട്സ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ആ ലിഖിതം. അത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് ലഭിക്കുന്നത്. സഭയുടെ മതബോധന ബന്ധം 506 പറയും, ഒരു വലിയൊരു രക്ഷയുടെ കവചം, ഒരു സംരക്ഷണത്തിൻ്റെ കവചം അവർക്ക് ചുറ്റും അഭിഷേകമായി നിഴലിച്ചു. പരിശുദ്ധമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ഉടമ്പടി കാശുരൂപമാണ്. കൃപാസനം മാതാവ് സഞ്ചാരി മാതാവാണ്, ഉടമ്പടിയുടെ അമ്മയാണ്. ഈ അമ്മയുടെ സന്നിധി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പടിപടിയായിട്ട് അമ്മ അനുഗ്രഹങ്ങൾ വർഷിക്കും. റീനയുടെ ജീവിതത്തിൽ അതാണ്. 26/3 മാർച്ച് മാസത്തിനാണ് ഉടമ്പടി ചെയ്തത്. ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി പുതുക്കി വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ 30/3 ആക്സിഡൻറ്റിൽ രക്ഷപ്പെടുന്നു. മകൾക്ക് CA എക്സാമിൽ വിജയം കൊടുക്കുന്നു. മകന് കുവൈറ്റിൽ സെപ്റ്റംബർ ജോലിക്ക് കൊടുക്കുന്നു. ഓരോ മേഖലകളിലും പടിപടിയായിട്ട് ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കാൻ. ഉടമ്പടിയിൽ വെച്ചാൽ ഏത് നിയോഗവും ദൈവം ഏറ്റെടുക്കും. ഒരു കേസ് പരിശുദ്ധമ്മയ്ക്ക് ഏൽപ്പിച്ചാൽ അമ്മ അത് സമ്പൂർണ്ണമായി നിവർത്തി തരുമെന്നുള്ള റീന സാക്ഷിയാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കഥാന്ന് പറയട്ടെ. ഗ്രേസി ഫ്രാൻസിസ് നായരമ്പലം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഗ്രേസി ഫ്രാൻസിസ്. ഞാൻ വൈപ്പിൻ നായരമ്പലത്തുള്ള വാർഡിൽ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 വർഷങ്ങളായിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് മക്കൾ 3 പേരാണ്. മക്കളുടെ പഠന കാര്യത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മക്കൾ +2 കഴിഞ്ഞിട്ട് BSc നേഴ്സിംഗ് ഉപരിപഠനത്തിന് തിരഞ്ഞെടുത്തു. സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ മക്കൾ BSc നേഴ്സിംഗ് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. 2 പേർക്കും ഇത് പഠനം തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. മാതാവ് പറയുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് 3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ മുൻപിൽ നിയോഗങ്ങൾ സമർപ്പിച്ചു. തുടർച്ചയായ പ്രാർത്ഥനകളിലൂടെ ഞാൻ കടന്നുപോയി 3 വർഷങ്ങൾ. മക്കൾ പിന്നെ പഠനം തുടർന്നുകൊണ്ടേ പോയി. ഇപ്പോൾ BSc നേഴ്സിംഗ് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ മക്കൾ 4th ഇയർ പാസ്സായി. മക്കൾ 2 പേരും അതിനിടയ്ക്ക് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകൾക്ക് ഒരു വിവാഹാലോചന വന്നു. അത് ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചു. നല്ലൊരു വിവാഹാലോചന ആയതുകൊണ്ട് ഞങ്ങളത് ഉറപ്പിച്ചു വെച്ചു. 4th ഇയർ പാസ്സായി കഴിഞ്ഞപ്പോൾ
മൂത്ത മകളുടെ വിവാഹം നടന്നു. ആ മകളിപ്പോൾ ഹസ്ബൻഡിനൊപ്പം ഇറ്റലിയിലാണ്. അവിടെ IELTSന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വിവാഹം മാതാവിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുകയാണ്. രണ്ടാമത്തെ മകൾ, എനിക്ക് ഇരട്ട കുട്ടികളാണ്, മൂത്തവർ പെൺകുട്ടികൾ. രണ്ടാമത്തെ മകൾ, ഈ മൂത്ത മകളുടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ IELTSന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് മകൾ കൂടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചു. ഉപരിപഠനത്തിന് ആവശ്യമായ IELTS സ്കോർ നൽകി അനുഗ്രഹിക്കണമെന്ന് മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ എക്സാം എഴുതി ഫസ്റ്റ് ചാൻസ് തന്നെ 6.5 നൽകി മാതാവ് മകളെ അനുഗ്രഹിച്ചു. തുടർന്ന് വിസ പ്രോസസ്സിംഗ് ആയിരുന്നു. കാനഡയിലേക്ക് ഉപരിപഠനത്തിന് പോകാനായിട്ടുള്ള വിസ പ്രോസസ്സിംഗ്. യാതൊരു തടസ്സങ്ങളും കൂടാതെ തന്നെ വിസ പ്രോസസ്സിംഗ് നടന്നു. ഞാൻ എൻ്റെ തുടർച്ചയായ പ്രാർത്ഥനകളിലും ഇവിടെ പ്രേക്ഷിതരുടെ കൂട്ടായ്മയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അഖണ്ഡ ജപമാല എടുത്ത് വീട്ടിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങി തുടർച്ചയായി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 27 രണ്ടാമത്തെ മകൾ ഉപരിപഠനത്തിന് വേണ്ടി കാനഡയിലേക്ക് പോയി. BSc നേഴ്സിംഗ് കിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ മക്കളാണ്. ഇന്നിപ്പോൾ രണ്ടുപേരും വിദേശത്താണ്. ഇളയ മകനുണ്ട്, മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയോടെ രേഖപ്പെടുത്തുന്നു. കരങ്ങളടിച്ച് കർത്താവെന്ന് പറയട്ടെ. ഇരട്ടക്കുട്ടികളായ 2 പെൺമക്കളും അവർ BSc നേഴ്സിങ്ങിന് പഠിക്കുക. പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്ക് പോകുന്ന ഒരു സാഹചര്യം. മനസ്സില്ലാ മനസ്സോടുകൂടി അവർ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് അമ്മ ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ മക്കൾക്ക് പഠിക്കാനുള്ള കൃപ പരിശുദ്ധമ്മ കൊടുത്ത് അവരുടെ ജോലി മേഖലകൾ ആശീർവദിച്ചു. അവർ 2 പേരും വിദേശത്താണ്. കർത്താവ് അവരെ ജീവിത മേഖലകൾ മുഴുവൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഓർക്കണം, നിങ്ങളുടെ മക്കളുടെ ജീവിത പഠന നിലവാരങ്ങളിലും അവരുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ വരുമ്പോൾ, പലപ്പോഴൊക്കെ വിദ്യാഭ്യാസം നിശ്ചലാവസ്ഥയിലാകുമ്പോൾ നിങ്ങൾ മനസ്സ് തളരണ്ട. ഗ്രേസി ഫ്രാൻസിസ് ചെയ്ത പോലെ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അഭയം തേടണം. യെശയ്യാ 53:13 പറയും, കർത്താവാണ് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അവർ ശ്രേയസ്സാർജിക്കും, വിജയം കൈവരിക്കും. അങ്ങനെ ജീവിതത്തിൽ സങ്കടങ്ങൾ വിഷമതകൾ വരുമ്പോൾ ഒന്നിനെക്കുറിച്ചും ആശങ്ക വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാനിടമുണ്ട്. കൃപാസനം, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്നൊരമ്മയുണ്ട്. കൃപാസനം പരിശുദ്ധ അമ്മ നിങ്ങൾ കൂടി വരാനുള്ള ഇടമാണ്. കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. IV യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് IV കൊറയ. ഞാൻ വരാപ്പുഴ തുണ്ടത്തങ്കടവ് ഉണ്ണിമിച്ച ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ആണ് ഉടമ്പടി എടുത്തത്. എനിക്ക് 2 കാര്യങ്ങൾ സാധിച്ചു കിട്ടി മാതാവിൽ നിന്ന്. ഒന്നാമത്തത് എൻ്റെ കടബാധ്യതയായിരുന്നു. അത് എൻ്റെ മകളുടെ വിവാഹം ഓഗസ്റ്റ് 2019 ജനുവരി 17-നായിരുന്നു. അപ്പോൾ എനിക്ക് ബാങ്ക് ലോണായിട്ട് 5 ലക്ഷം രൂപ എനിക്ക് കടമുണ്ടായിരുന്നു. ഞാനപ്പോൾ കടബാധ്യതയിൽ സമർപ്പിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഈ കടം വീട്ടാൻ സാധിക്കുമോ മാതാവേ? എനിക്ക് മാസത്തിൽ 8,000 രൂപ വെച്ച് അടക്കേണ്ട കടബാധ്യതയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ആ മാസങ്ങളിലൊക്കെ എനിക്ക് മാതാവ് അടക്കാനുള്ള തുക എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടികളിൽ എനിക്ക് കടബാധ്യതയിൽ വെച്ചതിൽ ആദ്യത്തെ നിയോഗം ഇതായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവ് 10 വർഷം കൊണ്ട് അടക്കേണ്ട കടബാധ്യതയാണ്. അത് 10 മാസം കൊണ്ട് എനിക്ക് 2.5 ലക്ഷം രൂപ അടക്കാനായിട്ട് സാധിച്ചു.
രണ്ടാമത്തത് എൻ്റെ മകളുടെ കാലിന് അലർജി ഉണ്ടായിരുന്നു. 16 വർഷമായി അലർജി രോഗം തുടങ്ങിയിട്ട്. ചൊറിഞ്ഞ് പൊട്ടും, കാല് മാന്തി പൊട്ടിക്കും, അതിങ്ങനെ വെള്ളം ഒഴുകി വരും. അങ്ങനെ പിന്നെ ഓയിൽമെൻറ്റൊക്കെ പുരട്ടി അങ്ങനെ മാറും, പിന്നെയും വരും, വീണ്ടും വരും, അങ്ങനെ മാറിക്കൊണ്ടിരുന്നേച്ച്. പിന്നെ ഉടമ്പടിയിൽ വെച്ചതിൽ രണ്ടാമത്തെ കാര്യമാണത്. അപ്പം ഞാൻ ഈ കൊച്ചി ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെ ആയിരുന്നു. അവൾ നേഴ്സിങ്ങിന് പഠിക്കണേണ്. അതിന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ ഈ കൊച്ചിൻ്റെ കാലിൻ്റെ എനിക്ക് ചൊറിച്ചിലും ഇത് മാറ്റി തന്നെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ കാല് ഇപ്പോൾ ഒരു അലർജി രോഗവുമില്ല, ഒന്നുമില്ല, ചൊറിച്ചിലുമില്ല, ഒന്നുമില്ല, എല്ലാം നല്ല ഇതായിട്ടിരിക്കണേണ്. പുതിയ സ്കിന്നായിട്ട് മാറി, ഒരു കുഴപ്പവുമില്ല. കാലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്, അതെല്ലാം മാറ്റി തന്നു. എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി. മോൾക്ക് എത്ര വയസ്സുണ്ട് ഇപ്പം? മോൾക്ക് 21 വയസ്സ്. 21 വയസ്സ്. 16 വർഷമായി. 16 വർഷം തുടങ്ങിയിട്ട് 16 വർഷമായിട്ടുള്ള അലർജിയാണ്. കുഞ്ഞിന് വയസ്സ് 21. അത് മരുന്നുകൾക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം അത് അഭിഷേക തൈലമാണ്. അത് വിശ്വാസത്തോടെ പൂശി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. 5 വർഷമായ കടബാധ്യതയുള്ള മോചനവും ദൈവം കൊടുത്തു. അതായത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. സംഗീതത്തിന് 34 പറയും, എളിയവൻ നിലവിളിച്ചെന്ന് കർത്താവ് അവനെ ശ്രവിച്ചു എന്ന്. സംഗീതത്തിന് 119 പറയും, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, നിൻ്റെ നിലവിളി ദൈവ സരിസന്നിധിയിൽ എത്തിയിട്ടുണ്ട്, അതിനുത്തരം കിട്ടും. ഉടമ്പടിയിൽ ഏത് കാര്യങ്ങളും കണ്ണുനീരോടെ വിശ്വാസത്തോടെ നിങ്ങൾ സമർപ്പിച്ചാൽ ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കും. അതിന് സാക്ഷിയാണ് IV. കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഉടമ്പടി നിയോഗങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ, ഉടമ്പടിയിലെ മക്കൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും, ഇവരുടെ നിലവിളികളുടെ മേലും, സങ്കടങ്ങളുടെ മേലും, വിഷയങ്ങളുടെ മേലും, കീറാമുട്ടികളുടെ മേലും, രോഗദുരിതങ്ങളുടെ മേലും, കടക്കണികളുടെ മേലും, ജീവിത ഭീഷണികളുടെ മേലും, ഉരാക്കൊടുക്കുന്ന മേലും ഈ അഭിഷേക സാക്ഷ്യത്തിൻ്റെ ശക്തി കൃപയായി സൗഖ്യമായി തത്സമയ കൃപയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പേര് വിളിക്കുന്നവർ സാക്ഷ്യം പറയാനായിട്ട് വരണം. വർഗീസ് ജോസ്, ഇടുക്കി. പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് തൊട്ടത്തേക്ക് ഫസ്റ്റായിട്ട് വരണം. വർഗീസ് ജോസ്, ഇടുക്കി. ബേബി വർഗീസ്, എറണാകുളം. ബേബി വർഗീസ്, എറണാകുളം. സലോമി ജോസ്, പാലായി. സലോമി ജോസ്, പാലായി. ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നവർ കർത്താവിനെ സമർപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലെ നിയോഗങ്ങൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവ സ്നേഹമാണമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുപമ സ്നേഹമാണമ്മ. ചേർന്ന് പാടാം. അനശ്വര ഭാവമാണമ്മ. അനുപമ സ്നേഹമാണമ്മ. എഴുന്നേൽക്കാം. അനശ്വര ഭാവമാണമ്മ. ഇന്നെൻ്റെ ആത്മാവിൽ കുറുകും പ്രാവേ, നീ എൻ്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ അമ്മ, എൻ്റെ സ്വർഗീയ അമ്മ. അമ്മ എൻ്റെ കർത്താവിനമ്മ. അമ്മ എൻ്റെ സ്വർഗീയ അമ്മ. അമ്മ എൻ്റെ കർത്താവിൻ. കൈകൾ വീശി ആവേ മരിയ. ശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വീശി കർത്താവിനെ അഭിഷേകം പറയുക. ആവേ
ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുക. കൃപാസനം ഇപ്പോൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ നിയോഗം, വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, സാക്ഷ്യം ഇപ്പോൾ യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിദൂരസ്ഥങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, യാത്രയിലായിരിക്കുമ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, മുട്ടുമേലിൽ നിന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, കർത്താവേ, ഇപ്പോൾ കൃപാസനം പ്രത്യക്ഷയായ പരിശുദ്ധയുടെ മുന്നിൽ മനമുയർത്തി സ്വരമുയർത്തി ജീവിത സങ്കടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് താതൻ്റെ മലരാണല്ലോ, ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷമാണല്ലോ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസന മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം. വർഗീസ് ജോസ് ഇടുക്കി, അതിനുശേഷം ബേബി വർഗീസ്, ബി വർഗീസിന് ശേഷം സലോമി ജോസ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് വർഗീസ് ജോസ്. ഞാൻ കോതമംഗലം രൂപത ഇടുക്കി തൊടുപുഴ മുതലക്കോട് സ്ഥലത്ത് വരുന്നു. സെൻറ്റ് ജോർജ് ഫോറാനപ്പള്ളി ഇടവകയാണ് എൻ്റെ. ഞാൻ സാക്ഷ്യം പറയുന്ന മകൾക്ക് വേണ്ടി, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞാൻ പല ധ്യാനങ്ങളും പള്ളികളെല്ലാം പോകാറുണ്ട് മക്കളുമായിട്ട്. പക്ഷേ ഇന്ന് വരെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി 8/5/2019 ഉടമ്പടി എടുത്ത്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മകൾക്ക് ഗർഭിണിയാണ്. അപ്പോൾ 5 മാസം ഗർഭിണിയാണ്. സ്കാനിങ്ങിൽ 2 മക്കളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ മരുമകന് നേഴ്സാണ്. ആ ബോംബെയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഒരു ഹോസ്പിറ്റലിൽ. അവിടെ ഡെപ്യൂട്ടി നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ആ മകൻ അന്ന് തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മകൾ ലിൻസി, അവൾ ഉടമ്പടി വെച്ചായിരുന്നു. സുഖപ്രസവം തന്നെ ഉടമ്പടി വെച്ചായിരുന്നു. 7/9/19 ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു. അവൾക്ക് പ്രസവത്തിൻ്റെ യാതൊരു ലക്ഷണമില്ലായിരുന്നു. ഡോക്ടർ ഡേറ്റ് പറഞ്ഞ 15-ാം തീയതി ആയിരുന്നു പറഞ്ഞത്. എന്തായാലും 2 മണിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഇവിടെ തിയേറ്ററിൽ കയറ്റി 4-6 മണിയായപ്പോൾ മോൾ പ്രസവം കഴിഞ്ഞു. പ്രസവത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ആ സമയത്ത് ചിലപ്പോൾ ഇല്ലായിരുന്നു. ഇതേ അമ്മയുടെ മാതാവിൻ്റെ കാരുണ്യം കണ്ട് സുഖപ്രസവം തന്ന് ഒരാൺകൊച്ചിനെ തന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ സഹോദരികളുമായിട്ട് ഞാൻ അല്പം രമ്യത കുറവാണ്, ഇളയ സഹോദരിയായിട്ട്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരി വരും, അളിയന്മാർ വരും, ഞങ്ങൾ ലോഹിതമായിട്ട് പോകുന്നു. പിന്നെ ഉടമ്പടി വയ്ക്കാത്ത കാര്യങ്ങൾ പലതും നടന്നു കിട്ടിയിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഉടമ്പടി തൈലം പറ്റിയ ശേഷം ഇപ്പോൾ രാവിലെ എനിക്ക് തുമ്മലും ചീറ്റും ജലദോഷം എല്ലാം ആയിരുന്നു. ഇപ്പോൾ ദൈവകൃപയാൽ അങ്ങനെയുള്ള ഇല്ല, അസുഖമൊന്നും കുറവുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിനും 1000 നന്ദിയോടെ സ്തുതിക്കുന്നു. 8 വർഷമായ എൻ്റെ മകൾക്ക് ഇല്ലായിരുന്നിട്ട് ഇപ്പോൾ എൻ്റെ മകൾ ഗർഭിണിയാണ്. ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രം. കരങ്ങളടിച്ച് കർത്താവിന് എന്ന് പറയട്ടെ. അതായത് മകൾക്ക് 8 വർഷമായിട്ട് കുട്ടികളില്ല. കൃപാസനത്തിൽ വന്ന് പരിശുദ്ധമ്മയുടെ സന്നദ്ധിയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ഇപ്പോൾ അവൾ ഗർഭവതിയാണ്. 5 മാസം കഴിഞ്ഞു. അന്നേ ദിവസം തന്നെയാണ് മരുമകന്, അവൻ നേഴ്സാണ്, മുംബൈയിൽ അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പനിവിടെ വന്ന് പ്രാർത്ഥനയിൽ മുഴുകി ഉടമ്പടിയിൽ നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൻ ബോംബെയിൽ ഡെപ്യൂട്ടി നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി കൊടുത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾക്ക് സുഖപ്രസവം ലഭിക്കാൻ ഉടമ്പടി നിയോഗം സമർപ്പിച്ചു. ദൈവം ആ മേഖലയും അത്ഭുതകരമായിട്ട് ഇടപെട്ടു. പിന്നെ സഹോദരമായിട്ട് രമ്യതയിലാകാൻ, അതും ഉടമ്പടി ചെയ്യുമ്പോഴെല്ലാം ഇതെല്ലാം പടിപടിയായിട്ട് ദൈവം ഇങ്ങനെ നേടിക്കൊടുക്കുകയാണ്. ഇപ്പം സഹോദരിയായിട്ട് രമ്യതയിലായെന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ
ആത്മവിശുദ്ധീകരണ നടപടിക്രമങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തത്, എനിക്കാരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പിണക്കമുണ്ടെങ്കിൽ അത് മാറാൻ സ്നേഹിക്കാനുള്ള മനസ്സ് തരണമെന്നാണ്. അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ നിബന്ധനകൾ കൃത്യമായിട്ട് ഇങ്ങനെ പടിപടിയായി പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനർക്കളമായിട്ട് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിരിക്കാം, നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കാം. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ അത്യുന്നതൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ്. കൃപാസനം കൗദാശിക ധ്യാനകേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ കൗദാശിക കൃപയും ലഭിക്കും, ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ഉടമ്പടി ചെയ്താൽ എല്ലാ നിയോഗങ്ങളും ദൈവം അത്ഭുതകരമായിട്ട് ഏറ്റെടുക്കും. നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മക്കളില്ലാത്തവരെ സമർപ്പിക്കാം. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുപുത്രാദികളെ സമർപ്പിക്കാം. ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ, ജോലി ഇല്ലാതെ നിൽക്കുന്നവരെ സമർപ്പിക്കാം. ഉടമ്പടിയിലെല്ലാം നിങ്ങൾ പുതുക്കിയപ്പോൾ നിയോഗം സമർപ്പിച്ചിട്ടുണ്ടാകാം. ഈ സാക്ഷ്യത്തിൻ്റെ ദൈവിക കൃപ, കൃപാസനം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക ശക്തിവിശേഷം, അത്യുന്നതൻ്റെ ശക്തി എല്ലാ മേഖലകളിലും ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ യേശുവിനെ അങ്ങനെ ഗ്രഹിക്കപ്പെടാവുന്നു. അടുത്ത ഫലമായി ഈശോ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ബേബി വർഗീസ്, നായരമ്പലം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബേബി വർഗീസ്. ഞാൻ എറണാകുളത്ത് വാടയിൽ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ 6 നിയോഗങ്ങളിൽ ഒന്നാമത്തെ നിയോഗം എനിക്കൊരു വീട് വെക്കുന്നതിന് വേണ്ടിയായിരുന്നു. എനിക്ക് വീടുണ്ട്, എങ്കിലും ചെതലും ഉറുമ്പും എലിശല്യവും, പിന്നെ അതുപോലെ തന്നെ മഴ വന്നിട്ടുണ്ടെങ്കിൽ പെരക്കാത്ത് പിന്നെ മഴവെള്ളം ഇങ്ങനെ വൈപ്പറിനെ വെച്ചൊക്കെയാണ് പഠിച്ചു കളയണത്, പൊടിക്കൊച്ചുങ്ങളൊക്കെ ഉള്ള സമയവുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും, മാതാവ് എനിക്കൊരു വീട് വെക്കാനായിട്ട് എനിക്ക് സാധിക്കണേ, എന്നെ അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ അങ്ങനെ ഈ പഞ്ചായത്ത് വഴി ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് തരുന്നില്ല. കാരണം ഞങ്ങളുടെ വീട് കാണുമ്പോൾ വലിയ വീടാണ്, അതുകൊണ്ട് വന്ന് നോക്കിക്കൊണ്ട് പോകും, നിങ്ങൾക്കൊന്നും ഇപ്പോൾ കിട്ടാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കൃപാസനത്തിൽ വരാൻ എനിക്കൊരു പേപ്പർ കിട്ടി. ആ പേപ്പർ വഴിയൊന്നും അറിയില്ലായിരുന്നു. ആ പേപ്പറിൻ്റെ മറുവശത്തുള്ള അത് നോക്കി വണ്ടിക്കാരോട് പറഞ്ഞ് ഞാനിവിടെ വന്ന് 2018 നവംബർ 14-ാം തീയതി വന്ന് ഇവിടെ ആദ്യത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്. വന്നപ്പോൾ തന്നെ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ആ ഉടമ്പടിയിൽ 6 നിയോഗത്തിൽ ഒരു നിയോഗം വീട് വെക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും മാതാവ് എൻ്റെ വേദന അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം, എൻ്റെ മകളുടെ വീട് പണിതിട്ട് 5 വർഷമായി. കോൺക്രീറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വീട് പണി ഒന്നും പൂർത്തിയാക്കാനൊന്നും സാധിക്കാതെ കിടക്കണമായിരുന്നു. എപ്പോഴും എനിക്ക് മനസ്സിന് വിഷമമൊക്കെ ഉണ്ടായിരുന്നത്, ചെന്ന് കാണുമ്പോൾ വിഷമമുണ്ട്. ഞാൻ അവളെ സഹായിച്ചെങ്കിലും പണി പൂർത്തിയാക്കാനുള്ള സാമ്പത്തികം എനിക്കില്ലായിരുന്നു. അവസാനം എങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടും പറഞ്ഞ്, അമ്മച്ചി പിന്നെ ഞങ്ങളുടെ ഒരു അമ്മായി ആരോ വന്ന് വീട് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി, അവർ അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഇട്ട് കൊടുത്ത് ഇപ്പം ഞങ്ങളുടെ ടൈലൊക്കെ വാങ്ങി പെരടകം ടൈലൊക്കെ വിരിക്കണേണെന്ന് പറഞ്ഞു. ദൈവത്തിനെ ഞാൻ അപ്പം നന്ദി പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എൻ്റെ മകളുടെ കാര്യം ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും മാതാവ് എനിക്ക് തരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൻ്റെ വിഷമം മാറ്റി എൻ്റെ മകളുടെ വീട് ഭംഗിയാക്കി തന്ന് മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ഒരു 3 മാസം തികയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഞങ്ങളുടെ ഒരു സ്വന്തത്തിൽ തന്നെ പെട്ട ഒരു ബന്ധു അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ വീട് വെച്ച് കൊടുക്കണ ഒരു പദ്ധതി ആ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അറിഞ്ഞു. ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ചേട്ടൻ ഞങ്ങളുടെ വീടൊക്കെ ആകെ മോശമൊക്കെ കിടക്കണേണ്, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണേണ്, ചേട്ടനെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ വന്ന് നോക്കാൻ വേണ്ടി എന്താണെന്ന് നോക്കാം, എന്നിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്ന് വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. അത് ഫോമ സംഘടന വഴിയാണ് ആ വീടിൻ്റെ ഇത് നിൽക്കുന്നത്. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ മലയാളി അസോസിയേഷൻ എന്ന് പറയും ആ സംഘടന.
അവർ ചേട്ടൻ വന്ന് അതൊക്കെ ഇട്ടുകൊണ്ട് പോയി. അവർ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അവർ മീറ്റിംഗ് കൂടി. അപ്പോഴത്തേക്ക് എനിക്ക് പാസ്സായി 5.5 ലക്ഷം രൂപ എനിക്ക് പാസ്സായി എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ അത് അവർ വന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ എനിക്ക് ആ കാശ് എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് അവർ ഇതിൻ്റെ 400 അതുകൊണ്ടും കൊടുക്കണ സ്ക്വയർ ഫീറ്റിനാണ്. പക്ഷേ ഞാൻ 750 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ വീട്, ഒരുമാതിരി തിരക്കേടില്ലാത്ത ഒരുമാതിരി വലിയ വീട് ഞാൻ പണിത്. എന്നിട്ട് അത് പണിത് കഴിഞ്ഞു, വാർക്ക വരെയും കഴിഞ്ഞ്. അപ്പോൾ അതിന് പെർമിറ്റും കിട്ടിയിട്ടില്ല. തീരദേശം ആയതുകൊണ്ടിട്ട് ബാങ്കുകാർ ഒരിടത്തും ലോൺ തരാനും സമ്മതിക്കണില്ല. അപ്പം ഞാനിതുപോലെ തന്നെ മാതാവിനോട് കഴിഞ്ഞ 2ാമത്തെ പുതുക്കലിൽ ഞാൻ അവിടെ നയം വെച്ചിരുന്നു, എൻ്റെ മാതാവ് എനിക്ക് ആ പെർമിറ്റ് എത്രയും വേഗത്തിൽ ശരിയാക്കി കിട്ടണേ, എനിക്ക് ലോൺ പാസ്സാക്കി കിട്ടണേ, അത് പൂർത്തീകരിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ എനിക്ക് പെർമിറ്റും ശരിയായി വന്ന് എൻ്റെ ലോണും പാസ്സായി കിടക്കണം. അപ്പം ഈ മുടക്ക് കാരണം എനിക്ക് കാശ് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുകൂടാതെ ഈ പെര പണിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ 2 വലിയ മഹാഗണി മരം നിന്നിരുന്നു. അത് വെട്ടിമാറ്റാനായിട്ട് എനിക്ക് അത് വെട്ടണമെങ്കിൽ തന്നെ വേണം ഒരെണ്ണത്തിന് 8,000 രൂപയാണ് അവർ പറയണത്. 2 വെട്ടി മാറ്റണമെങ്കിൽ 15 രൂപ വേണം. എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. ഞാനങ്ങനെ ഒരെണ്ണം വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വിൽക്കാനാണെങ്കിൽ അതിന് കാശ് കൊണ്ട് വില ചേരണില്ല. അപ്പോൾ അതാണ് ഒരെണ്ണം നിയോഗത്തിൽ വെച്ചപ്പോഴത്തേക്കും ആ മരം കച്ചവടമായി. ആ മരം വെട്ടിമാറ്റി മറ്റതും വെട്ടിമാറ്റി. അപ്പോൾ ആ പെരപണിയാൻ എനിക്ക് മാതാവ് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തന്നു. പിന്നെ ആ തടസ്സങ്ങളെല്ലാം മാറ്റിപ്പോൾ വീട് പണി ഇപ്പോൾ ഒരുവിധം പൂർത്തിയായെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും വരെ നിൽക്കണം. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിന് ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയാം.